പ്രിയ സുഹൃത്തുക്കളെ, മലയാളികളുടെ പ്രിയപ്പെട്ട ടൂറിസം ലൊക്കേഷനാണ് ഊട്ടി. ഊട്ടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി ജില്ലയിലാണ്. നീലഗിരി ജില്ലയിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് ആ തേയിലത്തോട്ടങ്ങളിലൂടെ കൗതുകവും രസകരവുമായ ആ യാത്രയുടെ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നീലഗിരി ജില്ല കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഇടമാണ്. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ കേരളത്തിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു പ്രദേശമാണ്. വയനാട് ജില്ലയിലെ മേപ്പാടി വഴിയും ഗൂഡല്ലൂരിലെത്താം. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള വഴിക്കടവ് വഴിയും ഗൂഡല്ലൂരിൽ എത്തിച്ചേരാൻ എളുപ്പമാണ്. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഈ 2 ഇടങ്ങളിൽ നിന്നും ഗൂഡല്ലൂരിൽ എത്തിച്ചേരാം. അഥവാ നീലഗിരി ജില്ലയുടെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിച്ചേരാൻ കഴിയും. നീലഗിരി ജില്ലയിലെ വിവിധ എസ്റ്റേറ്റുകൾ കണ്ടുവരുന്ന വഴിയിൽ ഞങ്ങളൊരു എസ്റ്റേറ്റിൽ ഇറങ്ങി. അവിടുത്തെ തോട്ടം തൊഴിലാളികളുമായി അവരുടെ വിശേഷങ്ങൾ ഒക്കെ അന്വേഷിച്ചു. അവരുടെ താമസ സ്ഥലങ്ങൾ ഒക്കെ ഞങ്ങൾ കണ്ടു. അവരുമായി കുറേ നേരം അവരുടെ സംഭാഷണങ്ങളിലും അവരുടെ ജോലിയിലും അവരുടെ കൂലിയിലും അവർ കിട്ടുന്ന വേതനങ്ങളിലും ഒക്കെ ഞങ്ങൾ സംസാരിച്ചു. അവരുടെ ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവച്ചാണ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും ചായ കുടിക്കുന്നവരാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തേയില അത്യാവശ്യമാണ്. അങ്ങനെ തേയില നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വലിയൊരു തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടെ തേയില നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊളുന്ത് നുള്ളുകയാണ്. അങ്ങനെ ആ കൊളുന്ത് നുള്ള് ഞങ്ങളിങ്ങനെ കണ്ടു നിന്നു. ഓരോ ആളുകളും അവർ നുള്ളി അവരുടെ പുറകിലുള്ള ഈ ചാക്കിൽ നിറച്ച്, പിന്നീട് വലിയൊരു ചാക്കിൽ നിറച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ചത് തൂക്കി എടുത്തുകൊണ്ടാണ് അവർക്ക് അതാത് ദിവസത്തെ കൂലി നിശ്ചയിക്കുന്നത്. ഈ തേയിലയുടെ കൊളുന്ത് നുള്ളുമ്പോഴേക്കും ഇങ്ങനെ ഒരു പൈപ്പ് അതിന് മുകളിലേക്ക് വെക്കും. അത് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവർ നല്ല സ്പീഡിലാണ് ഇത് വെട്ടുന്നത്. നിരന്തരം ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് അവർക്ക് വളരെ വേഗം ഇത് വെട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. 60 കിലോ വെട്ടിയെടുക്കുക എന്ന ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും പണിയെടുക്കുന്നത്. 400-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു തോട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ തോട്ടത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുമ്പോൾ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ലയങ്ങൾ എന്നാണ് അതിന് പറയുക. ലയങ്ങൾ അല്ലെങ്കിൽ പാടികൾ, ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് വാടക കൊടുക്കേണ്ടതില്ല. അത് സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ് തോട്ടം തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി അവർ പറയുന്നത്. അതിനപ്പുറത്ത് അവർക്ക് ഭക്ഷണമോ ചായയോ വെള്ളമോ ഒന്നും സൗജന്യമായി ലഭിക്കുകയില്ല. വൈദ്യുതി ഉൾപ്പെടെ അവർ പൈസ അടയ്ക്കേണ്ടതുണ്ട്. മറ്റു വലിയ ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷേ അവരിങ്ങനെ പണിയെടുത്തു പോകുന്നു. മുമ്പൊക്കെ ബോണസ് 10,000-12,000 രൂപയൊക്കെ ലഭിച്ചിരുന്നു. ഇപ്പോൾ അത് 6,000-7,000 ഒക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ തോട്ടം തൊഴിലാളികൾക്കും അവരെ പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മേസ്തിരിയുണ്ട്. ഒരു മേസ്തിരി ഇവിടെ നിൽപ്പുണ്ട്. അദ്ദേഹവുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ വലിയ കുറഞ്ഞ കൂലിയൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മളിത് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ആരാണ്, യൂണിയൻ്റെ നേതാക്കളാണോ, യൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ വരികയാണോ, എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ആ ചുമന്ന ഷർട്ട് ധരിച്ചിട്ടുള്ള ആളാണ് ഇവിടുത്തെ മേസ്തിരി. അപ്പോൾ അദ്ദേഹത്തിനൊരു പേടിയൊക്കെ ഉണ്ട്, ഉത്ഭയമൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ. എങ്കിലും തൊഴിലാളികളും അങ്ങനെയൊന്നും വലുതായിട്ട് സംസാരിക്കാനും തയ്യാറല്ലെങ്കിലും കുറവാണ് എന്നുള്ള ഒരു സംഗതി മാത്രമാണ് അവർ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഒരിടത്ത് തേയില വെട്ടാൻ വേണ്ടി, എങ്ങനെയാണ് വെട്ടുന്നത് എന്നറിയാൻ വേണ്ടി നമ്മളോടൊപ്പമുള്ള പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് A. റഹീം അങ്ങനെ വാങ്ങുകയും തേയില വെട്ടുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവ് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. കാരണം നിരന്തരം ചെയ്യുന്നൊരു വർക്ക് എന്ന നിലയിൽ അവർ വളരെ വേഗത്തിൽ ഇത് ചെയ്തു പോകുമ്പോൾ പുതിയ ഒരാൾ എന്ന അർത്ഥത്തിൽ അതെടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിച്ച് ഇതാണ് എക്സ്പീരിയൻസായി വരുന്നത് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ അതിമനോഹരമായ വിശാലത ഇങ്ങനെ പടർന്നു കിടക്കുമ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ സ്വർഗീയ അനുഭൂതി ഇങ്ങനെ നമ്മെ വല്ലാതെ കൊതിപ്പിക്കും, വല്ലാതെ ആസ്വദിപ്പിക്കും. പക്ഷേ നിരന്തരം ഇവിടെ പണി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത്തരമൊരു അനുഭൂതിയുടെ ഭാഗത്ത് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതുണ്ടാവുകയില്ല. അവർക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകളെ കാണുമ്പോഴുള്ള ഒരു കൗതുകവും ആശ്ചര്യവും ഒക്കെ വലിയ സന്തോഷം തന്നെയാണ്. കാരണം എല്ലാ ദിവസവും ഇവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെയൊക്കെ സ്വാതന്ത്ര്യത്തിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആ സ്വാതന്ത്ര്യം അത്രയധികം ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യം വരുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഗൂഡല്ലൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ആ പ്രദേശത്തേക്കുള്ള യാത്രയിൽ എല്ലായിടവും ഇതുപോലെ തന്നെ പച്ച വിരിച്ച് അതിമനോഹരമായ തോട്ടങ്ങൾ, ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുന്ന
വിശാലവും മനോഹരവുമായ കാഴ്ചയാണ് എവിടെയും കണ്ടുവരാൻ സാധിക്കുന്നത്. ഇത് യാത്ര ചെയ്യുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ യാതൊരു മടിപ്പും തോന്നുകയില്ല. അതിമനോഹരമായ കുളിർമയുള്ള കാലാവസ്ഥ, ഊട്ടിയുടെ ഒരു നവ്യാനുഭവങ്ങൾ പകർന്നു നൽകുന്ന നീലഗിരി ജില്ലയുടെ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. ഗൂഡല്ലൂരിൽ എത്തുന്നതിനിടയിൽ നിരവധി ഇടങ്ങൾ നമുക്ക് കാണാനുണ്ട്. ചിലപ്പോഴൊക്കെ ഈ തോട്ടങ്ങളിലൊക്കെ ആന ഇറങ്ങി വരും, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ വലുതും ഇറങ്ങി വരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുരങ്ങിൻ്റെ ശല്യമാണെങ്കിൽ വലിയ ശല്യമാണ് എന്നാണ് പറയുന്നത്. അവരോടൊപ്പം പരിചയമുള്ള കുരങ്ങുകളും ഇവിടെയുണ്ട്. ഈ തോട്ടത്തിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ആന ഇറങ്ങി വരും എന്നാണ് അവർ പറയുന്നത്. ഈ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല ഭാഗത്തും ചിലപ്പോൾ ആനകൾ ക്രോസ് ചെയ്ത് നിന്നേക്കാം എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. അപ്പോൾ യാത്ര സൂക്ഷിച്ചു വേണം എന്നുള്ളത് അവർ നമ്മെ നിരന്തരം പല ഘട്ടങ്ങളിലും പല ഇടങ്ങളിലും പല ആളുകളും ഉണർത്തിക്കൊണ്ടിരുന്നു. 3 സംസ്ഥാനങ്ങളുടെ 3 ടൂറിസ്റ്റ് മേഖലകളുടെ പ്രധാനപ്പെട്ട സംഗമ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ഗൂഡല്ലൂർ എന്ന് പറയുന്ന നീലഗിരി ജില്ല. കർണാടകയും കേരളവുമായി ഈ ഗൂഡല്ലൂരിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. കർണാടകയിലെ മൈസൂരു, അതുപോലെ തന്നെ കേരളത്തിലെ കോഴിക്കോടും വളരെ വേഗം എത്തിപ്പെടാൻ കഴിയുന്ന ഇടങ്ങളായി തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദൗത്യം നിർവഹിച്ച് ഇവിടെ നിലകൊള്ളുന്നു. ഞങ്ങൾ താമരശ്ശേരി ചുരം വഴിയാണ് വയനാട്ടിലേക്ക് പ്രവേശിച്ചത്. അവിടെ നിന്ന് മേപ്പാടി വഴി ചൂരൽമലയുടെയും നേരത്തെ ദുരന്തമുണ്ടായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ 15 കിലോമീറ്റർ ഇപ്പുറത്ത് വഴിമാറി ഞങ്ങളിങ്ങനെ ഈ ഗൂഡല്ലൂർ റോഡിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കവെയാണ് ഈ തോട്ടത്തിലെത്തിയത്. അവരുടെ വിശേഷങ്ങളും അവരുടെ തൊഴിലും സാഹചര്യങ്ങളുമൊക്കെ കാണുകയും അവരുടെ സന്തോഷത്തിലും മറ്റുമൊക്കെ പങ്കു ചേർന്നുകൊണ്ടുള്ള ഇറങ്ങിയും ആസ്വദിച്ചും നിന്നുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തത്. നാടുകാണി ചുരവും അതുപോലെ മുതുമല നാഷണൽ പാർക്കും ഒക്കെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ ഇവിടേക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. നീലഗിരി കുന്നുകളെ സംബന്ധിച്ച് മലയാളത്തിലും സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച നീലഗിരി എന്ന ഒരു സിനിമ ഈ പശ്ചാത്തലങ്ങളെയൊക്കെയാണ് മൊത്തം ആസ്പദമാക്കി ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ നീലഗിരിയുടെ വ്യത്യസ്തമായ ഭംഗി, ഊട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള സൗന്ദര്യം, ഒപ്പം വയനാടിൻ്റെ ആ ചുരമിറങ്ങുമ്പോഴും കയറുമ്പോഴുമുള്ള ആസ്വാദന ഭംഗി, ഇതൊക്കെ വലിയ അനുഭവം തന്നെയാണ് ഈ യാത്രയിൽ നമുക്ക് ഉണ്ടായി തീർന്നിട്ടുള്ളത്. ഏതായാലും നിങ്ങളും ഇങ്ങനെ ഒരു യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ താമരശ്ശേരി ചുരം വഴി കയറി മേപ്പാടി വഴി ഗൂഡല്ലൂരിലേക്ക്, അതുവഴി ഊട്ടിയിലും പോയി ഗൂഡല്ലൂർ വഴി വഴിക്കടവ് വഴി തിരിച്ച് ഇറങ്ങിപ്പോകുന്നതോ, അല്ലെങ്കിൽ തിരിച്ച് നിലമ്പൂരിൽ നിന്ന് വഴിക്കടവ് വഴി ഗൂഡല്ലൂരിലും ഊട്ടിയിലും പോയി അതുവഴി മേപ്പാടി വഴി വയനാടൻ ഭംഗികളും ആസ്വദിച്ച് താമരശ്ശേരി ചുരമിറങ്ങി വരുന്നതായിരിക്കും നല്ലത് എന്ന ഒരു അഭിപ്രായം ഉണ്ട്. ഇനി താമരശ്ശേരി ചുരമല്ല എങ്കിൽ കണ്ണൂരിലും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള വഴികളുണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് താമരശ്ശേരി ചുരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഈ യാത്ര ചെയ്തിട്ടുണ്ടാവും, ഈ വഴികളൊക്കെ. അവിടെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾ കാട്ടാനയെ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ, അതിൽ നിങ്ങൾക്ക് യാത്രാ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുമായി പങ്കുവച്ചാൽ വളരെ മനോഹരമായിരിക്കും. കാരണം ഞങ്ങൾ കാട്ടാനക്കൂട്ടങ്ങളെ കാണും എന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് യാത്ര ചെയ്തത്, പക്ഷേ കാണാൻ സാധിച്ചില്ല. എന്നാൽ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു വ്യൂ പോയിന്റിൽ കാട്ടാനകളുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ ഒരു മലഞ്ചെരുവിൻ്റെ പുറകിലായതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാനോ വീഡിയോ എടുക്കുവാനോ സാധിച്ചില്ല. അവിടെ ഗൈഡുമാർ നമ്മെ തടഞ്ഞതുകൊണ്ട് ഒട്ടും സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ വളരെ വിദൂരത്തു നിന്നെടുത്ത ഈ വീഡിയോയിൽ ആ ബ്രൗൺ കളറിൽ കാണുന്നത് ഒരു ആനയുടെ കൂട്ടമാണ്. കാരണം 2 കിലോമീറ്റർ പുറകിൽ നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് ആ മലമുകളിലേക്ക് സൂം ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ക്ലിയറായി ലഭിച്ചിട്ടില്ല. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കാണാം. ഇന്ന് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.